ലാലേട്ടൻ ആദിലയുടെയും നൂറയുടെയും പി ആറിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എന്താണ് അനീഷ്, ഇവർക്ക് പി ആർ ഉണ്ടെന്നാണോ പറയുന്നത്? കൊളാബറേഷൻ്റെ കാര്യമോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. എന്താണ് ഈ കൊളാബറേഷൻ? പി ആറും കൊളാബറേഷനും വ്യത്യസ്തമാണോ? എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയുന്ന ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉപയോഗിക്കേണ്ടുന്ന സാധനങ്ങൾ, അതായത് ഇവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ, മേക്കപ്പ് എല്ലാം ഓരോ ആൾക്കാർ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കൊളാബറേഷൻ അതൊരു നല്ല വാക്കാണ്. എന്തോ ഒരു വലിയ കൊളാബറേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവരിടുന്ന മുഴുവൻ ഡ്രസ്സുകളും ഇവർക്ക് മറ്റാരോ അയച്ചു കൊടുക്കുന്നതാണെന്ന് അനീഷ് പറയുന്നുണ്ട്. അതിപ്പോൾ മാത്രമല്ലല്ലോ, ഒരുപാട് മുന്നേ ഉള്ള ബിഗ് ബോസുകളിലെല്ലാം കൊടുക്കാറുണ്ട്. അനീഷിന് അങ്ങനെ സാധനങ്ങളൊന്നും എടുക്കാറില്ലെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും എടുക്കാറുണ്ടെന്ന് നൂറ പറയുന്നുണ്ട്. എൻ്റെ സാധനങ്ങളെല്ലാം എൻ്റെ നാട്ടിലുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, അതാണ് കൊളാബറേഷൻ. ഇതെന്താണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് കൊളാബറേഷൻ അല്ല, വേറൊരു സ്ഥലത്തു നിന്ന് വരുന്നത് കൊണ്ട് അത് കൊളാബറേഷൻ ആണോ? അനീഷ് പറയുന്നുണ്ട്, സാർ അത് ഞാൻ പൈസ കൊടുത്തിട്ടാണ്. അന്നേരം ലാലേട്ടൻ പറയാണ്, ആയിക്കോട്ടെ, അത് നിങ്ങൾ പൈസ ഉള്ളത് കൊണ്ട്, ഇവർ പാവങ്ങളായതുകൊണ്ട് ഇവർക്ക് വേറെ ആൾക്കാർ കൊടുക്കുന്നു. അതെ, അതാണ് ലാലേട്ടൻ എന്ന് ആദിലയും നൂറയും പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ കൊളാബറേഷനെ പറ്റിയുള്ള ആ ഒരു സംസാരം അങ്ങനെ എന്ന് ലാലേട്ടൻ ആദിലയോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി സഭ്യമായ രീതിയിൽ ആ കൊളാബറേഷനെ പറ്റി സംസാരിക്കാമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം ആദില പറയുന്നുണ്ട്, ലാലേട്ടൻ അത് ഞാൻ വെറുതെ മനഃപൂർവ്വം അങ്ങനെ സംസാരിച്ചതാണ്. പുള്ളി അങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ട് മാത്രം അങ്ങനെ സംസാരിച്ചതാണ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? കുറച്ച് മാന്യവും സഭ്യവുമായ കാര്യങ്ങൾ. അപ്പം നിങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻറ്റുകളിൽ നിന്നും, അവിടെയുള്ള പലരിൽ നിന്നും കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കാൻ ശ്രമിക്കുക. ആരോടായാലും ഒരു റെസ്പെക്റ്റ് വേണ്ടേ ഓപ്പോസിറ്റ് ജെൻഡറിനോട്? ആദില അനീഷോട് കാണിക്കുന്ന ചില പെരുമാറ്റങ്ങൾ ആർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതല്ല. അനീഷ് കുറച്ചൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് ചില സന്ദർഭത്തിലൊക്കെ. എന്നിരുന്നാലും ആദില ആ പ്രായമോ അല്ലെങ്കിൽ ഒരു ഇതോ റെസ്പെക്റ്റോ ഒന്നും കൊടുക്കാതെ ചില സന്ദർഭങ്ങളിൽ പെരുമാറാറുണ്ട്. എന്തായാലും അത് ലാലേട്ടൻ ചോദിച്ചത് നന്നായി. ഇനിയെങ്കിലും ആദില മര്യാദയ്ക്ക് അനീഷിനോട് പെരുമാറാൻ പഠിക്കട്ടെ.